ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ അല്ല, പകരം ഒരു ടെക് വീഡിയോ ആണ്. ഒരു ന്യൂജൻ സ്മാർട്ട് ഗ്ലാസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഫോൺ ചെയ്യാനും പാട്ട് കേൾക്കാനും ക്യാമറയിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനും നമുക്ക് ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാനും പിന്നെ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളെപ്പറ്റി ചോദിക്കാനും അതിനുള്ള ഉത്തരങ്ങൾ കിട്ടാനും ഒക്കെയുള്ള ഒരു AI ആയിട്ടുള്ളൊരു സപ്പോർട്ടുള്ള ഒരു കണ്ണടയാണിത്. റെയ്ബാനും മെറ്റയും കൂടെ വികസിപ്പിച്ചെടുത്ത റെയ്ബാൻ മെറ്റ AI ഗ്ലാസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി നമ്മുടെ റെയ്ബാൻ്റെ അൺബോക്സിംഗ് കാണാം. നമുക്ക് റെയ്ബാൻ്റെ ഈ ഗ്ലാസ് ഈ ഒരു ബോക്സിലാണ് വരുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പൗച്ചാണ് നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നത്. നമ്മുടെ കണ്ണട നമ്മൾ ഇതിനകത്ത് വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. ഒരു C ടൈപ്പ് ചാർജിങ് സ്ലോട്ടൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ ചാർജിങ് കേബിളോ അഡാപ്റ്ററോ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. റെയ്ബാൻ മെറ്റ എന്ന് എഴുതിയിട്ടുള്ള ഒരു ക്ലീനിങ് ക്ലോത്തൂടെ എൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വാറണ്ടി ഡീറ്റെയിൽസ്, യൂസർ മാനുവൽ എന്നിവയൊക്കെയാണ് ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണടയുടെ ലെൻസ് മാറ്റിയിട്ട് നമുക്ക് ഈ കണ്ണടയുമായി അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ കൊടുക്കുന്നുണ്ട് അവർ. നല്ല കട്ടി കൂടിയ ലെതർ മെറ്റീരിയലാണ് ഇതിൻ്റെ പൗച്ച് വരുന്നത്. നമ്മുടെ കണ്ണട ഫുള്ളി ചാർജ്ഡ് ആയിട്ടുണ്ട് എന്ന ഇൻഡിക്കേഷനാണ് ഈ ഗ്രീൻ ലൈറ്റ് കാണുന്നത്. അതുപോലെ ബാറ്ററി ലോ ആവുന്ന സമയത്തോ അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന സമയത്തോ ഈ ഗ്രീൻ ലൈറ്റിന് പകരം ഓറഞ്ച് ലൈറ്റ് ആവും തെളിയുക. അപ്പോൾ ഇതാണ് നമ്മുടെ റെയ്ബാൻ മെറ്റ ഗ്ലാസ്. ഗ്ലാസിൻ്റെ രണ്ട് സൈഡിലുമായി റെയ്ബാൻ്റെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഫോൺ കോളിങ്ങിനും ഓഡിയോ റെക്കോർഡിങ്ങിനും വോയിസ് കമാൻഡിനുമൊക്കെയായി 5 ഹൈ ക്വാളിറ്റി മൈക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്കുകളുടെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അടുത്തായിട്ട് കാണാം. വീഡിയോ ആയോ? സ്റ്റാർട്ടായോ? ആയോ? ഇനി പൊക്കാൻ പറ്റുന്നില്ല. കയ്യിൽ പിടിച്ചാലോ? എങ്ങനെ പിടി? ഇനി നമ്മുടെ കണ്ണടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറായ ക്യാമറയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇതിൻ്റെ ക്യാമറ. 12 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. ഇതൊരു ഫുൾ HD മേലെ ആയിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി ക്യാമറയാണ്. ഈ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ, വീഡിയോ പിന്നെ അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇവയിലേക്കൊക്കെ ലൈവ് പോകാനും സാധിക്കുന്നതാണ്. എന്നാൽ ഇതിൽ ആളുകളുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു LED ലൈറ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോഴോ വീഡിയോ എടുക്കുമ്പോഴോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ക്യാമറയുടെ ക്യാപ്ചർ ബട്ടൺ. ഇതിൽ ഒരു തവണ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുകയും 1 സെക്കൻഡ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്റ്റാർട്ടാവുകയും ചെയ്യും. ഈ ക്യാപ്ചർ ബട്ടൺ പ്രസ് ചെയ്യാതെ തന്നെ ഹേമെറ്റ ടേക്ക് എ ഫോട്ടോ അല്ലെങ്കിൽ ഹേമെറ്റ ടേക്ക് എ വീഡിയോ എന്ന് പറഞ്ഞാൽ തന്നെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യുന്നതാണ്. 3 മിനിറ്റ് വരെ നമുക്ക് കണ്ടിന്യൂസ് ആയി വീഡിയോ എടുക്കാൻ സാധിക്കും. 32 GB ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി വരുന്നത്. എന്നാൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ലൈവ് സ്ട്രീം പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ടൈം വീഡിയോ എടുക്കാൻ സാധിക്കുന്നതാണ്. ഫോണിലെ വൈഫൈ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മെറ്റ AI ആപ്പ് വഴി ഫോണിലെ ഗാലറിയിലേക്ക് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കാവുന്നതാണ്. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസുമാണ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടിയത്. അതുപോലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ തന്നെ മെറ്റയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ സ്റ്റോറി ആയിട്ട് ഇടുന്നതാണ്. വീഡിയോയുടെ സ്റ്റെബിലിറ്റിയും വളരെ മികച്ചതാണ്. ഗ്ലാസിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു സ്വിച്ച് വരുന്നുണ്ട്. അത് ഓഫാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നോർമൽ കണ്ണട പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ സമയത്ത് ഫുൾ ഫീച്ചേഴ്സും ഓഫായിരിക്കും. ഗ്ലാസിൻ്റെ അടുത്ത ഫീച്ചർ സ്പീക്കേഴ്സാണ്. 5 ഓപ്പൺ ഇയർ സ്പീക്കേഴ്സാണ് വരുന്നത്. ഇതിലൂടെ നമുക്ക് പാട്ട് കേൾക്കാനും മറ്റുമായി ആശയവിനിമയം നടത്താനും ഫോൺ കോൾ ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ്. ഗ്ലാസ് ധരിക്കുന്നവർക്ക് നല്ല ക്ലിയറായി സൗണ്ട് കേൾക്കാമെങ്കിലും ചുറ്റുപാടുമുള്ളവർക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കുകയില്ല. നമ്മുടെ ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴാണ്. കൂളിംഗ് ഗ്ലാസ് എന്തായാലും യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. ഫോൺ എടുക്കുക അല്ലെങ്കിൽ ആൻഡ്രോയിഡോട്ട് കണക്ട് ചെയ്ത് അങ്ങനെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഹേ മെറ്റ കോൾ സ്നിത ജിയോ ഓൺ ഫോൺ.
നമുക്ക് കോൾ ചെയ്യുന്ന പോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാനുള്ളത്. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ വോയിസ് വേണമെന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് മെറ്റാ ക്ലാസ് വഴി അയക്കാൻ പറ്റും. ഇതിപ്പോൾ ഇത് എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ കാണിക്കാം. ഹേ മെറ്റ, സെൻഡ് എ വോയിസ് മെസ്സേജ് ടു റൌഫ്. അവിടെ മഴയുണ്ടോ? അതുപോലെ അടുത്ത ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാട്ട് കേൾക്കാന്നുള്ളതാണ്. ഇപ്പം വണ്ടി ഓടിക്കുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം നമുക്ക് കേൾക്കാം. ജസ്റ്റ് നമുക്കിപ്പോൾ ആമസോൺ മ്യൂസിക്, സ്പോട്ടിഫൈ, പിന്നെ അതുപോലെ ആപ്പിൾ മ്യൂസിക് ഇതുമായിട്ടെല്ലാം കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പാട്ട് നമുക്ക് ഓൺലൈനായിട്ട് ലൈവ് സ്ട്രീമിങ്ങിനായിട്ട് തന്നെ കേൾക്കാൻ പറ്റും. അത് ഞാനിപ്പോൾ അത് കാണിക്കാം. ഹേ മെറ്റ, പ്ലേ സം മ്യൂസിക്. കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പാട്ട് നമുക്ക് അധികം കേൾപ്പിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ ആ പാട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആവും. പിന്നെ അതുപോലെ വോളിയം കൂട്ടണമെന്നുണ്ടെങ്കിൽ സൈഡിൽ ജസ്റ്റ് സ്ലൈഡ് ചെയ്താൽ മതി. വോളിയം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ സ്ലൈഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമാണ്. നമ്മുടെ ഈ ഗ്ലാസിൻ്റെ ബാറ്ററി ബാക്കപ്പ് വരുന്നത് 4 മുതൽ 5 മണിക്കൂർ വരെയാണ്. നമ്മുടെ കേസ് നമുക്ക് 3 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 മണിക്കൂർ ചാർജിനകത്ത് നമുക്കൊരു 3-4 തവണ നമുക്ക് ഈ ഗ്ലാസ് 100% ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ വേറൊരു ഫീച്ചർ പറഞ്ഞാൽ AI ഫീച്ചറുണ്ട്. നമുക്കിപ്പോൾ ഇതിനോട് ഇപ്പോൾ എന്ത് ചോദിച്ചാലും ഇത് അതിനുള്ള ഉത്തരം തരും. നമുക്കിപ്പോൾ ഇപ്പോഴത്തെ വെതർ കണ്ടീഷൻ വേണമെങ്കിൽ ചോദിക്കാം, ഇന്നത്തെ ലേറ്റസ്റ്റ് ന്യൂസ് ചോദിക്കാം. ഞാൻ അത് ഒന്ന് ജസ്റ്റ് മൈക്കിൽ കേൾപ്പിച്ചു തരാം. മെറ്റാ, വാട്ട്സ് ദ വെതർ ടുഡേ? In Ernakulam, Kerala, India, it's currently foggy at 27 degrees Celsius. Later tonight, expect thunderstorms starting at 7 p.m. at 26 degrees Celsius, with a 94% chance of precipitation. Hey Meta, what's the news today? Here are the top 3 news. Air India plane crashes sole survivor recounts harrowing escape. A judge blocked President Donald Trump's attempt to overhaul U.S. elections. Netherlands and Sweden push for sanctions against Israeli ministers. നമ്മുടെ റെയ്ബാൻ മെറ്റാ ഗ്ലാസിൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. ഞാനിത് മേടിച്ചത് ലുലുവിൽ നിന്നാണ്. 32,100 രൂപയായിരുന്നു ഈ ഗ്ലാസിൻ്റെ വില വന്നത്. ഇതിൻ്റെ ഇനി പുതിയ മോഡൽസൊക്കെ ഇനി അടുത്ത കാലങ്ങളായിട്ട് വരുന്നുണ്ട്. നമുക്കിതിന് ബാറ്ററി ലൈഫ് വളരെ നല്ല ബാറ്ററി ലൈഫാണ്. ഒരു ദിവസം നമുക്കൊരു ചാർജിൽ തന്നെ ഒരു ദിവസം നമുക്ക് ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്തായാലും കണ്ടാണ്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് ആ ഒരു വെക്കുന്ന സമയങ്ങളിൽ നല്ല യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി വളരെ മികച്ച സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിൻ്റെ. നമുക്ക് അടുത്ത് നിൽക്കുന്നവർക്കൊന്നും ശരിക്കും കേൾക്കില്ല, എന്നാലും നമുക്ക് നല്ല ക്ലാരിറ്റിയിലാണ് അത് കേൾക്കുന്നത്. ഫുൾ HD മേലെയായിട്ടുള്ള ക്യാമറ ക്വാളിറ്റിയാണ് വരുന്നത്. വീഡിയോ റെക്കോർഡിങ്ങിനും പിന്നെ ലൈവൊക്കെ പോകണമെന്നുണ്ടെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു POV മോഡിലേക്ക് നമുക്ക് നല്ല ലൈവായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ നല്ലൊരു പുതിയൊരു ഫീച്ചറാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനിപ്പോൾ മേടിച്ചത് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതുപോലെ ഗ്ലോസി വരുന്നുണ്ട്, പിന്നെ വേറെ 1-2 കളേഴ്സ് കൂടെ വരുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് മാറ്റ് ഫിനിഷാണ് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്നത്. ഗ്ലോസി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ സ്ക്രാച്ചസ് ഒക്കെ വരാനുള്ള ചെറിയ ചാൻസ് വരുന്നുണ്ട്. ഗ്ലാസിന് 1 ഇയർ വാറണ്ടിയാണ് റെയ്ബാൻ പറയുന്നത്. നമുക്ക് ആ ഒരു 1 ഇയർ മാത്രമേ കിട്ടത്തുള്ളൂ. പൗച്ചൊക്കെ മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ചാർജ് ചെയ്യാനുള്ള വേറെ ഓപ്ഷനൊന്നുമില്ല. പിന്നെ അത് പൗച്ചൊക്കെ വരുത്തേണ്ടി വരും. പൗച്ചൊക്കെ കിട്ടാൻ കുറച്ച് ടൈം ഡിലേ ഉണ്ടാവുമെന്നൊക്കെയാണ് റെയ്ബാനിൽ ചോദിച്ചവൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ കൊണ്ടു നടക്കുന്നത് നല്ല സൂക്ഷിച്ച് കൊണ്ടു നടക്കണം. പിന്നെ അതുപോലെ ഇത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങുന്നത് അതിനുള്ള വെർത്തുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല വെർത്താണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നമുക്കൊരു ട്രാവൽ ചെയ്യുമ്പോഴും അങ്ങനെ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്നതൊക്കെ കാണുന്നത്. ഞാൻ നേരത്തെ കാറിനകത്ത് കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ ആയതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ബൈക്കിലാണെന്നുണ്ടെങ്കിലും നമുക്കിത് നല്ല ക്ലാരിറ്റി തന്നെ കോളിംഗ് ഒക്കെ ചെയ്യാനും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഞാൻ ബൈക്ക് എടുക്കാതെ കാറിനകത്ത് ഉള്ള വീഡിയോ കാണിച്ചത്. ബൈക്കിനകത്താണെന്നുണ്ടെങ്കിലും നമുക്ക് നടന്നു പോകുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് മെസ്സേജ് മൊബൈൽ അധികം എടുക്കേണ്ടി വരുന്നില്ല. മൊബൈൽ എടുക്കാതെ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീൻ ടൈം കുറച്ച് കുറയും. നമുക്ക് ഓരോ തവണ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ മൊബൈൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം മാക്സിമം ഫോൺ എടുക്കാതെ തന്നെ ബാക്കിയുള്ള ചെറിയ മെസ്സേജ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒന്നുകിൽ സ്കിപ്പ് ചെയ്ത് വിടാം, അല്ലെന്നുണ്ടെങ്കിൽ കേൾക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ളൊരു വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കറൻ്റ്ലി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് എല്ലായിടത്തും. വളരെ ലിമിറ്റഡ് പീസേ കിട്ടിയിട്ടുള്ളായിരുന്നു. ലുലുവിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഇനി അവിടെ ആകെ ഉള്ളത് ഒരു ആഷ് കളർ ആണുള്ളത്. പക്ഷേ ഇത്ര ഒരു ലുക്ക് കിട്ടണമെന്നില്ലത്. നമ്മുടെ ക്യാമറയ്ക്ക് അത് എടുത്ത് കാണിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ആകുമ്പോഴത്തേക്ക് അങ്ങനെ ക്യാമറ അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല.
ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്ഥിരമായിട്ട് സ്റ്റോറി ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായ ഒരു കണ്ണടയായിരിക്കും ഇത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ ഇടുക. വാങ്ങിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഒന്ന് കമൻറ്റിൽ ഇടുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.